പള്ളികളിൽ വലിയ പ്രാർത്ഥനകളും കുർബാനകളും ഒക്കെ നടക്കുന്നു. മറുഭാഗത്ത് വ്രതശുദ്ധിയുമായി നോമ്പ് മാസവും ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, പെരുന്നാൾ വരുന്നു, ഇതെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഐക്യത്തെ കൂടി ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ രഞ്ജിത്തിലേക്ക് കൂടി വന്നാൽ, അപ്പോൾ രഞ്ജിത്തിന് ഏറ്റവും കൂടുതൽ കൈയിടി കിട്ടിയ പാട്ടിൽ നിന്ന് നമ്മളിത് തുടങ്ങുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്കും വാർത്തയിലേക്കൊക്കെ വരാം അല്ലേ? അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു പാട്ട്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. വാ, ഗംഭീരട്ടോ രഞ്ജിത്തെ. കണ്ണിന് ചെറിയ കാഴ്ച പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ജന്മന ചെറിയ കാഴ്ചക്കുറവാണോ? ചെറിയ കാഴ്ചക്കുറവ്. വായിക്കാനൊക്കെ പറ്റുമല്ലോ, അടുത്ത് പിടിച്ച് വായിക്കേണ്ടി വരും അല്ലേ? അപ്പം എന്താ ചെയ്യുന്നത് രഞ്ജിത്ത് ബൈ പ്രൊഫഷൻ? ഈ പാട്ട് പാടുന്നതിനോടൊപ്പം തന്നെ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം എവിടെയാണ് ചെയ്യുന്നത്? അപ്പോൾ വൈക്കത്ത് ലോട്ടറി കച്ചവടം നടന്ന രഞ്ജിത്താണ് കണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ പ്രൊഫഷണൽ ഗാന സെറ്റപ്പിലൊന്നും അദ്ദേഹം ഇല്ല. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി വിൽക്കുന്നു. ലോട്ടറി ഒരു ദിവസം എത്ര വിൽക്കും? ഇപ്പൊ കുറവാണ്, 100-120 വിറ്റോണ്ട് ഇപ്പം 100ഒക്കെ വിൽക്കുമായിരുന്നു, ഇപ്പം കുറഞ്ഞു അല്ലേ? ഇപ്പം അടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ലോട്ടറിക്കാർ ഒരുപാട് പേര് പരാതി പറഞ്ഞു അല്ലേ? അപ്പോൾ രഞ്ജിത്ത് ഈ ലോട്ടറി വിൽക്കുന്നതിനിടയിൽ പാട്ട് പാടുമോ? എങ്ങനെ ഈ മൈക്കുണ്ടോ? ഇല്ലല്ലോ, ലോട്ടറി വിൽക്കുന്നതിന് മൈക്കില്ലല്ലോ. അങ്ങനെയല്ല, അല്ലാതെ നടന്നാ വയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ഇടയ്ക്ക് പാട്ട് പാടുന്നൊന്നും എന്ത് ചെയ്യും? ഇങ്ങനെ പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, നല്ല വെയിലത്തൊക്കെ നിന്നായിരിക്കുമല്ലോ ലോട്ടറി വിൽക്കുന്നത്. അങ്ങനെയല്ല, പരിപാടിക്ക് പോകും, ട്രൂപ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ ട്രൂപ്പാ? വൈക്കത്ത് പോകുന്നുണ്ട്, പോയി പാടും. അപ്പോൾ നോക്കൂ, ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി കച്ചവടം, ഒപ്പം തന്നെ പാട്ടുപാടൽ, ഇതൊക്കെ ഒരുമിച്ച് പോകുന്ന മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒപ്പം ഉള്ളത്.